രാവിലെ 8 മണി. ഇന്ന് രാവിലെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളെ ചോടി അതൊന്ന് എല്ലാവരോടും കൊടടുത്ത് വരാൻ പറഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും പുറത്ത് നോക്കിയപ്പോൾ അതാ പൊരിഞ്ഞ വരിക. എന്നാലും മൂപ്പര് പറഞ്ഞാൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൊടടുത്തും കണ്ടുപോയി. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാനാണ്. പിന്നെ നമ്മളെല്ലാവരും നല്ല വൈബായതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല ഷോക്കായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. എന്നിട്ട് മൂപ്പര് ബൊട്ടാനിക്കൽ ഗാർഡൻ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയതൊരു കാട്ടിൻ്റെ ഉള്ളിലേക്കാണ്. കാട്ടിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ പിന്നെ പലരും പല വൈക്കായി. ഓരോരുത്തരും അത് ഒറ്റക്ക് വൈക്കുന്നു. ചോദിച്ചപ്പോൾ പറയാം സോളോ വൈബ്. കാട്ടിൻ്റെ ഉള്ളിലോളം സോളോ വൈബ്. വല്ല പാമ്പും കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും. അങ്ങനെ നടന്ന് കാട് തീർന്ന് ഞങ്ങളറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് എവിടെയോ വഴി എത്തിയിരിക്കുന്നത്. വഴി അറിയില്ല ഗൈസ്. ഞങ്ങൾ വഴി അറിയാതെ കാട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. വഴി ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു നടക്കാൻ പോകണം. തിരിച്ചു നടക്കാം. അങ്ങനെ കാട് കഴിഞ്ഞ് നമ്മളെ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇടയിലൊന്ന് ചെറുതായിട്ട് മഴ പെയ്തുന്നുണ്ടെങ്കിലും കുട നനയിച്ചിട്ട് ഞങ്ങളാരും കുട പുറത്ത് കിട്ടിയില്ല. നടക്കണതിന്റെ ഇടയിൽ മൂക്കുത്തി വീണിട്ട് ചളിയായ എന്റെ ശരിയാക്കണ ഹിബനെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ കാടും മലയൊക്കെ താണ്ടി വന്നപ്പോ നമ്മളാകെ ക്ഷീണിച്ചു. അപ്പൊ പിന്നെ നമ്മളെ ചൊടിന്റെ വക നമുക്ക് നാരങ്ങളെ വാങ്ങിത്തരാ പറഞ്ഞു മൂപ്പര്. ഇന്നിവിടെ ഇരിക്കുന്നവർക്കല്ല എന്റെ വക ചെലവാണ്. ആർക്ക് വേണോ വെട്ടി വീങ്ങിക്കോളാം കേട്ടാ. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഏതാ പോളതിനെ ഓൾക്ക് കിട്ടിയൊന്നും പോരാ പറഞ്ഞിട്ട് നാജിയ കാട്ടുന്ന കാട്ടല്ല അപ്പൊ അത്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ സാറിന് ചെറുതായിട്ടൊന്നും ഇന്നാലും ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു കണ്ട് നമ്മളെ കാശ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം, ഇന്ന് എന്റെ ചെലവാണ്. അങ്ങനെ നമ്മളെ ബില്ല് കൊടുത്ത സാറിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ സാറ് ഹാപ്പി, നമ്മൾ ഹാപ്പി.